പ്രതിപക്ഷ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യം വളരെ വ്യക്തമായതാണ്. പിണറായി വിജയനെ ഏകകണ്ഠമായി പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കുന്നതിന് CPM-ന് സാധിച്ചില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രണ്ടഭിപ്രായം വന്നു. അത് പോളിറ്റ് ബ്യൂറോയിലേക്ക് വിട്ടു. അവിടെയും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകട്ടെ, അല്ല വേണ്ട മറ്റൊരാളെ കൊണ്ടുവരാം, അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായപ്പോൾ അവിടെ വോട്ടെടുപ്പ് വേണ്ടി വന്നു. ഒടുവിൽ പിണറായി വിജയന് 2-3 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പോളിറ്റ് ബ്യൂറോ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുത്തത്. പക്ഷേ അദ്ദേഹത്തിന് പ്രതിപക്ഷത്തെ സമർത്ഥമായി നയിക്കുന്നതിന് അല്ലെങ്കിൽ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നതിന് കഴിയുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം സമാപിച്ച ആദ്യ നിയമസഭാ സമ്മേളനം തെളിയിച്ചത്. 35 അംഗങ്ങളെ ഉള്ളൂ പ്രതിപക്ഷ നിരയിൽ. തീർച്ചയായിട്ടും അതൊരു പോരായ്മയാണ്. അപ്പുറത്ത് 102 അംഗങ്ങളാണ് ഉള്ളത്. പക്ഷേ കഴിഞ്ഞ നിയമസഭയിൽ പിണറായി വിജയൻ 2ാം തവണ മുഖ്യമന്ത്രിയായപ്പോൾ അന്ന് അവർക്ക് 97 അംഗങ്ങളുണ്ടായിരുന്നു. അന്ന് പ്രതിപക്ഷ നിരയിൽ 41 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ അംഗബലം ഉപയോഗിച്ച് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അന്നത്തെ പ്രതിപക്ഷത്തെ വളരെ സമർത്ഥമായിട്ട് നയിച്ചു. 41 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 2 പ്രതിപക്ഷം തമ്മിലുള്ള ഒരു താരതമ്യം നടത്തുമ്പോൾ നമ്മൾ കാണുന്ന വളരെ പ്രകടമായ ഒരു വ്യത്യാസം ഗ്രഹപാഠമില്ലായ്മയാണ്. അല്ലെങ്കിൽ VD സതീശനും കൂട്ടും നല്ല ഗ്രഹപാഠത്തോടു കൂടി നിയമസഭയിൽ വന്നിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നിരയിൽ അത് കാണാൻ സാധിക്കുന്നില്ല. പറഞ്ഞാലും അംഗസംഖ്യ കുറവാണെന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. പക്ഷേ നല്ല കഴകത്തുള്ള 4-5 പേരുണ്ടെങ്കിൽ അത് മതി ഭരണപക്ഷത്തെ നിലയ്ക്ക് നിർത്തുന്നതിന്. പക്ഷേ അതിവിടെ സാധിക്കുന്നില്ല. പിണറായിയെപ്പോലെ പരിചയസമ്പന്നനായ, പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിയിട്ടുള്ള കരുത്തനായ, അല്ലെങ്കിൽ എല്ലാറ്റിനും കാരണഭൂതനെന്ന് പാർട്ടിയിലെ സ്തുതിപാഠകർ വാഴ്ത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല. കഴിഞ്ഞ നിയമസഭയിൽ VD സതീശൻ നല്ല സമർത്ഥനായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ നല്ല മിടുക്കനായ ഒരാളായിരുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം ശ്രദ്ധിച്ചത് അദ്ദേഹത്തിനൊപ്പമുള്ള മിടുക്കരായ ആളുകളെ, കഴിവുള്ള സമർത്ഥരായ അംഗങ്ങളെ ഉപയോഗിക്കുന്നതിലായിരുന്നു. കോൺഗ്രസിലെയും ലീഗിലെയും ചെറുപ്പക്കാരായ മിടുമിടുക്കന്മാരായ ആളുകൾ, PC വിഷ്ണുനാഥ്, റോജി M ജോൺ, അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ, ആദ്യഘട്ടത്തിൽ ഷാബി പറമ്പിൽ, KM ഷാജി, N ഷംസുദ്ദീൻ മുതലായ ആളുകളെ, ഇവർ മാത്രമല്ല ഇവരൊക്കെ ആയിരുന്നു മുൻനിരയിൽ. ഈ ആളുകളെയൊക്കെ ഉപയോഗിച്ച് സമർത്ഥമായിട്ട് പ്രയോജനപ്പെടുത്തി സഭയിൽ ഒരു മികച്ച പ്രതിപക്ഷമായി മാറുന്നതിന് സാധിച്ചു. നമ്മളീ പറഞ്ഞ മുൻനിര ഭടന്മാർ, അവരിൽ പലരും ഇപ്പോൾ മന്ത്രിമാരാണ്. അവർ മന്ത്രിസഭയിൽ എത്തിയതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അവർ കാട്ടിയ വൈഭവം തന്നെയാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു വൈഭവശാലികളെ, അല്ലെ കഴിവുള്ളവരെ ഇന്ന് പ്രതിപക്ഷ നിരയിൽ കാണുന്നില്ല എന്നുള്ളത് നിരാശാജനകമായ കാര്യമാണ്. നിയമസഭയുടെ സാർത്ഥകമായ നടത്തിപ്പിന് അതൊരു തടസ്സം കൂടിയാണ്. VD സതീശൻ്റെ പ്രതിപക്ഷത്ത് കണ്ട ആ ഒത്തിണക്കമോ ഏകോപനമോ അല്ലെങ്കിൽ ഗ്രഹപാഠമോ ഒട്ടുമേ ഇപ്പോഴത്തെ പ്രതിപക്ഷ നിരയിൽ കാണുന്നില്ല. അത് മാത്രമല്ല, ഘടകകക്ഷികൾ തമ്മിൽ 2 തട്ടിൽ നിൽക്കാതെ പല കാര്യങ്ങളിലും ആശയപരമായിട്ടും അല്ലെങ്കിൽ പ്രായോഗിക രംഗത്തുമൊക്കെ CPM-ഉം CPI-ഉം ഒക്കെ 2 തട്ടിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, CPM-നുള്ളിൽ തന്നെ പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തോടുള്ള അതൃപ്തി ഇപ്പോൾ വളരെ പ്രകടമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KN ബാലഗോപാലിൻ്റെയും മറ്റും പ്രസംഗത്തിൽ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ അത് വളരെ പ്രകടമായിട്ട് കണ്ടിരുന്നു. ഇതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഇതപര്യന്തമുള്ള പ്രവർത്തനത്തെ ദോഷമായി ബാധിക്കുന്നതാണ്. ആദ്യ സമ്മേളനമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിലയിരുത്തൽ നടത്തുന്നത്. സാധാരണഗതിയിൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന കാലത്ത് LDF-ഉം UDF-ഉം ഒക്കെ അവരുടെ സംയുക്ത പാർലമെൻ്ററി പാർട്ടിയുടെ യോഗം ചേരും. അതായത് പാർട്ടികൾ ചേരും. പിന്നെ മുന്നണിയുടെ പാർലമെൻ്ററി പാർട്ടി, നിയമസഭാ കക്ഷി യോഗം ചേരും. നിയമസഭയിലെ ഇതുവരെ എടുത്ത നടപടികൾ അത് എത്രത്തോളം ഫലപ്രദമായിരുന്നു, ഇനി ഭാവിയിൽ ഏത് തരത്തിലുള്ളൊരു തന്ത്രമാണ് അല്ലെങ്കിൽ അടവുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് അവിടെയാണ്. പക്ഷേ ഈ സമ്മേളനകാലത്ത് ഒരിക്കൽ പോലും
LDFിൻ്റെ സംയുക്ത പാർലമെൻ്ററി പാർട്ടി യോഗം ചേരാൻ സാധിച്ചിട്ടില്ല. അത് CPMഉം CPIയും തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ്. പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അവർ സംയുക്ത പാർലമെൻ്ററി പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതൊക്കെ സ്ഥാനങ്ങൾ വേണമെങ്കിലും CPI കൊടുക്കാം, പക്ഷേ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം മാത്രം നൽകാൻ സാധിക്കില്ല എന്നാണ് CPMൻ്റെ നിലപാട്. ഇപ്പോൾ ആ കസേരയിൽ CPIയുടെ അംഗീകാരമില്ലാതെ ഇരിക്കുന്നത് KN ബാലഗോപാലാണ്. അദ്ദേഹത്തെ ഒഴിവാക്കാൻ CPM സമ്മതിക്കില്ല. അതിലൊരു പ്രധാന കാരണമുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ്റെ കഴിവിലുള്ള സംശയം തന്നെയാണ്. പിണറായി വിജയനെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ KN ബാലഗോപാലിനെ പോലൊരാൾ തൊട്ടടുത്ത സീറ്റിൽ ഉണ്ടായിരിക്കേണ്ടേ? അതുകൊണ്ടാണ് അവർ CPIക്ക് അത് കൊടുക്കാൻ മടിക്കുന്നത്. CPI അത് K രാജന് വേണ്ടി ചോദിക്കുക, അവർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. മറ്റേതെങ്കിലും സ്ഥാനങ്ങൾ വേറെ 1-2 പദവികൾ കൂടുതൽ നൽകാം എന്ന് CPM പറഞ്ഞിട്ട് ഇതുവരെ CPI സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? സംയുക്ത പാർലമെൻ്ററി പാർട്ടി യോഗം ചേരാനോ പ്രവർത്തനങ്ങളെ വിലയിരുത്താനോ ഭാവിയിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. ജൂൺ 15 ശേഷം LDF യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ ചർച്ച ചെയ്യാമെന്ന് CPM സമ്മതിച്ചിരുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ CPM, CPI മുതലായ പാർട്ടികൾ അവരുടേതായ രീതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ കാരണങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നിച്ചിരുന്ന് സംസാരിക്കണം. ഒരു മുന്നണി എന്ന നിലയിൽ ഇവിടെയൊക്കെയാണ് പരാജയം പറ്റിയത്. പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല. അത് CPMൻ്റെ മടിയാണ് അക്കാര്യത്തിലുള്ളത്. CPM പരാജയ കാരണങ്ങളെ സംബന്ധിച്ചെടുക്കുന്ന നിലപാടും അതേസമയം CPI പറയുന്ന അഭിപ്രായങ്ങളും രണ്ടും രണ്ടാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാർ വിരുദ്ധ മനോഭാവം തന്നെയാണ്. സർക്കാരിൻ്റെ പരാജയമാണ്. അക്കൂട്ടത്തിൽ അവർ പിണറായി വിജയനെ പോലുള്ള ആളുകൾക്ക് സംഭവിച്ച തെറ്റുകളും അതും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ CPM അതൊന്നും സമ്മതിക്കുന്നില്ല. ഏതെങ്കിലും വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് പിണറായി വിജയനോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിനോ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചായിട്ട് അവർ സമ്മതിക്കുന്നില്ല. പാർട്ടിക്ക് തെറ്റുപറ്റി അതവർ പറയും. പക്ഷേ പാർട്ടി നേതാക്കൾക്ക്, അതായത് തെറ്റു വരുത്തിയ നേതാക്കളെ കുറ്റപ്പെടുത്താൻ അവർ തയ്യാറല്ല. അതെല്ലാം കൂടെ പാർട്ടിയുടെ തലയിലേക്ക് വയ്ക്കുക. ഇത് CPI സമ്മതിക്കുന്നില്ല. അപ്പോൾ പരാജയകാരണങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു യോഗം ചേർന്നാൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ യോഗം പോലും ഇതുവരെ ചേരാൻ സാധിച്ചിട്ടില്ല. അതാണിപ്പോൾ LDFിൻ്റെ നിലയിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ കെട്ടുറപ്പ് ഏതാണ്ട് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉണ്ടല്ലോ നിയമസഭയിൽ LDFിൻ്റെ പ്രവർത്തനത്തെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. PM ശ്രീ, അതുപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി നിരക്കുകൾ സതീശൻ്റെ ആദ്യ ബജറ്റിൽ തീരുമാനിച്ചത്, ഇപ്പോൾ ഏറ്റവും അവസാനം വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റം മുതലായ വിഷയങ്ങളൊക്കെ വന്നിട്ടും പ്രതിപക്ഷത്തിന് വേണ്ട പോലെ പ്രതികരിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ കാരണം സത്യം പറഞ്ഞാൽ വ്യത്യസ്തമാണ്. PM ശ്രീയിൽ എങ്ങനെയാണ് അവർ UDFിനെ വിമർശിക്കുക? അവർ ഒപ്പിട്ടിട്ടില്ല. അവർ PM ശ്രീ അനുസരിച്ചുള്ള പണം വാങ്ങാൻ തീരുമാനിച്ചിട്ടുമില്ല. പക്ഷേ ഈ കരാറിൽ ഒപ്പുവെച്ചത് ആരാ? അത് പിണറായി സർക്കാരാ. ശിവൻകുട്ടി മന്ത്രിയായിരിക്കുമ്പോഴാണ് ക്യാബിനറ്റോ ഇടതുപക്ഷ മുന്നണിയോ ആരും അറിയാതെ ശിവൻകുട്ടിയും പിണറായി വിജയനും കൂടെ അങ്ങ് തീരുമാനിച്ചതാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചത്. അതിൻ്റെ പേരിൽ ഇനി എങ്ങനെയാണ് UDFിനെ കുറ്റപ്പെടുത്തുക? രണ്ടാമത്തെ കാര്യം, വീര്യം കുറഞ്ഞ മദ്യം. ഇതാദ്യം കൊണ്ടുവന്നതാരാ? ഇത് കേരളത്തിൽ വിറ്റഴിക്കണം എന്നുള്ളൊരു ആശയം ആദ്യം കൊണ്ടുവന്നത് LDF ആണ്. ഗോവിന്ദൻ മാർക്സ് എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് എന്താണ് വീര്യം കുറഞ്ഞ മദ്യമെന്ന് നിർവചിച്ച് അതിൻ്റെ വിതരണത്തിനും വിൽപ്പനയ്ക്കും ആവശ്യമായൊരു പ്രപ്പോസൽ സമർപ്പിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ LDFിൻ്റെ മദ്യനയത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള അനുമതി ചേർത്തു. അതുമാത്രമല്ല, ഇതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുകയും ചെയ്തു. പക്ഷേ അവർ അന്ന് റേറ്റ് തീരുമാനിച്ചില്ല, നികുതി നിരക്ക് തീരുമാനിച്ചില്ല. നികുതി നിരക്ക് ഇപ്പോൾ വന്ന ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പേരിൽ മാത്രം മദ്യം ഒഴുക്കുന്നു, അല്ലെങ്കിൽ ഇത് അബ്കാരികൾക്ക് വേണ്ടി, മദ്യ മുതലാളികൾക്ക് വേണ്ടി UDF എടുക്കുന്ന തീരുമാനമാണ്, ഇതിൽ അഴിമതി ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റുക? പറയുന്നുണ്ട്, പറയാമല്ലോ, എന്തും പറയാം. പക്ഷേ അതൊന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ LDFിന് സാധിക്കുന്നില്ല, സാധിച്ചുമില്ല. കാരണം ഇതൊക്കെ അവർ ചെയ്തതാണ്. ഇനി വിഴിഞ്ഞത്തെ കൈമാറ്റം, സർക്കാർ അറിയാതെ 49% ഓഹരികൾ അദാനി ഗ്രൂപ്പ് MSCക്ക് അങ്ങ് കൈമാറ്റം ചെയ്തെന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുക. ഗവൺമെൻറ് അറിയാതെ മാറ്റാൻ പറ്റത്തില്ല.
അതുകൊണ്ട് തന്നെ ഓഹരി കൈമാറ്റം നടന്നിട്ടില്ല. ഓഹരി വിൽക്കുന്നതിന് MSC എന്ന് പറയുന്ന വിദേശ കമ്പനിയും അദാനി പോർട്സും തമ്മിലൊരു ധാരണയുണ്ടായി, ഒരു കരാറുണ്ടായി. അതിന് ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? അതിന് പേരിൽ എങ്ങനെയാണ് VD സതീശനെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുക? എങ്ങനെ അഴിമതി ആരോപിക്കാൻ സാധിക്കും? അങ്ങനെ ഓരോ വിഷയങ്ങളിലും അവർക്ക് അനുകൂലമായി കിട്ടിയ ഓരോ വിഷയങ്ങളിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ്ട് CPM തന്നെയാണ്, അല്ലെങ്കിൽ LDF തന്നെയാണ്. അതുകൊണ്ടും അവർക്ക് ഈ വിഷയങ്ങളൊന്നും നിയമസഭയിൽ ഫലപ്രദമായി അവതരിപ്പിച്ച് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. നിയമസഭയിൽ സംസാരിക്കുമ്പോൾ പിണറായി വിജയനോട് വളരെ രൂക്ഷമായിട്ട് നിലപാടെടുത്ത അല്ലെങ്കിൽ പെരുമാറിയ ഒരു കഥ, അത് ഷിബു ബേബി ജോൺ വനം മന്ത്രി നിയമസഭയിൽ ഒരു പരാതിയുടെ രൂപത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. CPMൻ്റെ ഒരു നേതാവ് അദ്ദേഹത്തെക്കുറിച്ച് കടപ്പുറത്ത് കിടക്കുന്നതിന് വിവരമില്ല എന്ന മട്ടിൽ സംസാരിച്ചു. അതായത് ഷിബു ബേബി ജോണിന് വിവരമില്ല. അദ്ദേഹം പേര് പറഞ്ഞില്ല, പക്ഷേ MM മണിയാണ് അങ്ങനെ പ്രസംഗിച്ചത് അല്ലെങ്കിൽ സംസാരിച്ചത്. മണി അങ്ങനെ പറഞ്ഞിട്ടും അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല എന്നുള്ളതായിരുന്നു ഷിബു ബേബി ജോണിൻ്റെ ഒരു ആവലാതി. സത്യത്തിൽ ആ ആവലാതിക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. കാരണം മണിയെപ്പോലുള്ള പല CPM നേതാക്കൾ ആരെക്കുറിച്ചൊക്കെ എന്തൊക്കെ പറയുന്നു, പിണറായി വിജയൻ തന്നെ പറയുന്നു, അവരൊന്നും തിരുത്തിയിട്ടില്ല. പിന്നെ ഷിബു ബേബി ജോണിൻ്റെ കാര്യത്തിൽ മണി പറഞ്ഞത് മാത്രം തിരുത്തണമെന്ന് പറഞ്ഞാൽ അത് വല്ലതും CPMനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷേ അത് പറഞ്ഞു ഉടനെ KN ബാലഗോപാൽ എഴുന്നേറ്റ് അതിനെതിരായിട്ട് ഒച്ച വെച്ചു. അപ്പോൾ പിണറായി വിജയൻ നിശബ്ദനായിട്ടിരിക്കുകയാണ്. അപ്പം KN ബാലഗോപാൽ സഹി കെട്ടിട്ട് പിണറായി വിജയൻ്റെ നേരെ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു, വല്ലതുമൊക്കെ പറയണം, എന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഹലോ ചോദിക്കേ, പിണറായി വിജയനോട് KN ബാലഗോപാൽ പറയുകയാണ്, ഇന്നലെ വരെ ഇതുപോലെ ശബ്ദമുയർത്തി പിണറായി വിജയനെതിരെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ബാലഗോപാലല്ല ഈ പാർട്ടിയിലെ ആർക്കെങ്കിലും ധൈര്യമുണ്ടായിരുന്നു? ഇപ്പോൾ സ്ഥിതി മാറുകയാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പിണറായി അല്ല അന്ന് നിയമസഭയിൽ കാണുന്നത്. പാർട്ടിയും അധികാരവും എല്ലാം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി താൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി KN ബാലഗോപാൽ ചോദിക്കുക, എന്തിനാണ് ഇങ്ങനെ വെറുതെ മിണ്ടാതിരിക്കുന്നത്? വല്ലതും പറഞ്ഞുകൂടെ പ്രതിപക്ഷ നേതാവേ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ അമ്പരന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു, എന്തൊക്കെയോ പറയുന്നു, എന്നിട്ട് സഭ ബഹിഷ്കരിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. സത്യം പറഞ്ഞാൽ ബഹിഷ്കരിക്കുന്നത് പോകട്ടെ, അല്ലെങ്കിൽ ഒരു വാക്കൗട്ട് നടത്തുന്നത് പോകട്ടെ, ഒരു പ്രതിഷേധ പ്രകടനവും ആവശ്യപ്പെടുന്ന സംഭവങ്ങളൊന്നും അന്ന് നിയമസഭയിൽ ഉണ്ടായിട്ടില്ല. ഷിബു ബേബി ജോണിട്ട് പരാതി പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ എന്താണ് നടന്നതെന്ന് പോലും മനസ്സിലാക്കാതെ സഭ ബഹിഷ്കരിക്കുന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആലോചിച്ച് നോക്കി, നിയമസഭയിൽ പിണറായി വിജയൻ്റെ അനിഷേധ്യതയ്ക്കെതിരെ ഉയർന്ന അല്ലെങ്കിൽ ഉണ്ടായ ശബ്ദം, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ ചില സൂചനകളായിട്ട് വേണം നമ്മൾ കാണേണ്ടത്. ഇതിനിടയ്ക്ക് നമ്മുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കയറി ഒരു പെനാൽറ്റി അങ്ങ് അടിക്കുകയും ചെയ്തു. അദ്ദേഹം KN ബാലഗോപാലിനുള്ള ഒരു ഉപദേശം എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പിണറായി വിജയനെ പോലെ മുതിർന്ന ഒരാളോട് നിർബന്ധിച്ചെന്തെങ്കിലും പറയിക്കുന്നത് ശരിയല്ല. അദ്ദേഹം വളരെ മുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തോട് അങ്ങനെ KN ബാലഗോപാൽ പറയാൻ പാടില്ലായിരുന്നു. പ്രായം വർദ്ധിക്കും തോറും പക്വത ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതൊക്കെ പറഞ്ഞതെങ്കിലും ഒന്നാം തരം ഒരു ആപ്പാണ് അദ്ദേഹം അങ്ങോട്ട് അടിച്ചു കയറ്റി കൊടുത്തത്. ഇക്കാര്യത്തിൽ അദ്ദേഹം സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുക കൂടിയാണ് ചെയ്തത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരാമോൻ, ഇതിനകം ബാലഗോപാലിൻ്റെ ഈ പ്രതികരണം വൈറലായിട്ട് ലോകം മുഴുവൻ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വട്ടം മണ്ണെണ്ണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എങ്ങനെയുണ്ട് ബുദ്ധി? അതേസമയം അപ്പുറത്ത് ഭരണപക്ഷ നിലയിൽ VD സതീശൻ അസാമാന്യമായ ഫോമിലാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നതിനേക്കാൾ മികച്ച രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ രീതിയിലാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം ഇനിയും തുടരുന്നതെങ്കിൽ, അടുത്ത സമ്മേളനങ്ങളിലും ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ കാര്യം കട്ടപ്പോകയാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ഇതിനിടയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്ന ആവശ്യവും ഒരുപക്ഷെ ശക്തമായിട്ട് ഉയർന്നു വന്നേക്കാം.